നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃഷിദർശൻ തത്സമയ ഫോൺ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നലെ നവംബർ 26 ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ 94ാം ജന്മദിനമായിരുന്നു. ആ പുണ്യദിനം നമ്മൾ ദേശീയ ക്ഷീരദിനമായി ആഘോഷിക്കുകയും ചെയ്തു. കേരളത്തിലൊരു ധവള വിപ്ലവം, അതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സംസ്ഥാന സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി. ഇന്നത്തെ കൃഷിദർശൻ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് കൃഷിദർശനിൽ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ സംസ്ഥാന ആസ്ഥാനത്തെ ജോയിൻറ്റ് ഡയറക്ടർ ഇൻചാർജായ ഡോക്ടർ PS ശ്രീകുമാറാണ്. ഡോക്ടർ PS ശ്രീകുമാർ 22 വർഷമായി മൃഗസംരക്ഷണ വകുപ്പിൽ സേവനം ചെയ്തു വരുന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി അദ്ദേഹം പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ തന്നെ വിവിധ തസ്തികകളിൽ ജോലി നോക്കി വരുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഒരു ക്ഷീര കർഷകനും കൂടിയാണ്. സ്വാഗതം ചെയ്യാം ശ്രീകുമാർ സാറിനെ ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. നമസ്കാരം സർ. സർ, എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നാണല്ലോ നമ്മുടെ ഒരു ആത്യന്തിക ലക്ഷ്യം. പാലുൽപാദന മേഖലയെ പുഷ്ടിപ്പെടുത്താനായിട്ട് കന്നുകുട്ടി പരിപാലന പദ്ധതി എത്രമാത്രം പങ്ക് വഹിക്കുന്നുണ്ട്? പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി. കന്നുകുട്ടികളെ ജനിക്കുന്ന മുറയ്ക്ക് അവയ്ക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുകയും ശാസ്ത്രീയ പരിപാലനം ഉറപ്പുവരുത്തുകയും അതിലൂടെ അവയുടെ ആദ്യ പ്രസവം നേരത്തെയാക്കുക, പ്രസവങ്ങൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കുക, അതുവഴി അവയുടെ ഉൽപ്പാദനക്ഷമത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ കേരളത്തിൽ മൊത്തത്തിൽ എത്രമാത്രം കന്നുകുട്ടികളെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എത്രമാത്രം കന്നുകുട്ടികളെ ഇതിന് പ്രയോജനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? നിലവിലിപ്പോൾ 1,85,000-ഓളം കന്നുകുട്ടികൾ ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. പദ്ധതി ആനുകൂല്യം ലഭിക്കാനായിട്ട് ഒരു കർഷകൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കർഷകൻ്റെ ഭവനത്തിൽ ഒരു കന്നുകുട്ടി ജനിച്ചാൽ അദ്ദേഹം ആരെയാണ് ആദ്യം സമീപിക്കേണ്ടത് ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കാനായിട്ട്? പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന് ആദ്യമായി വേണ്ടത് അദ്ദേഹത്തിനൊരു കന്നുകുട്ടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കന്നുകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സ്വാഭാവികമായും നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ, പഞ്ചായത്തിലെ മൃഗാശുപത്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാഫ് ബർത്ത് രജിസ്റ്റർ, അതായത് കന്നുകുട്ടി ജനന രജിസ്റ്റർ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകൾ വഴി അപേക്ഷ നൽകാം. ഗ്രാമസഭകൾ വഴിയുള്ള അപേക്ഷയും കന്നുകുട്ടി ജനന രജിസ്റ്ററിലെ പേരുമാണ് ഈ പറഞ്ഞ പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള ഒരു മാനദണ്ഡം. APL BPL എന്തെങ്കിലും മാനദണ്ഡം നോക്കാറുണ്ടോ? കർഷകൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതിനെന്തെങ്കിലും ആധാരമാക്കാറുണ്ടോ? BPL കാർക്കാണ് പ്രാതിനിധ്യമുള്ളത്, പ്രാധാന്യമുള്ളത്. ഇല്ലാത്ത സാഹചര്യത്തിൽ APL-കാർക്കും ഈ പറഞ്ഞ പദ്ധതി ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. ഈ പദ്ധതിയുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? കന്നുകുട്ടി പരിപാലന പദ്ധതി എങ്ങനെയാണ് നമ്മളത് നടപ്പിലാക്കുന്നത്? ഈ പറഞ്ഞ ഗ്രാമസഭാ ലിസ്റ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ കന്നുകുട്ടി ജനന രജിസ്റ്ററിലോ പേര് രജിസ്റ്ററുള്ള കർഷകർക്ക് അവരുടെ മുൻഗണനാ ക്രമം അനുസരിച്ച് അവരെ നമ്മുടെ ഒരു സൊസൈറ്റി അങ്കണത്തിലോ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്ഥാപനത്തിലോ സംഘടിപ്പിക്കുകയും
അവരെയെല്ലാം തന്നെ സ്ക്രീൻ ചെയ്ത് ആരോഗ്യമുള്ള അംഗവൈകല്യമില്ലാത്ത കന്നുകുട്ടികളെ നമ്മൾ ഇയർ ടാഗ് ചെയ്ത്, അതായത് ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി, തിരിച്ചറിയൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അവൻ്റെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവർക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്ത് അവരെ ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏതെല്ലാം തന്നെ പദ്ധതികളാണുള്ളത്? സംസ്ഥാന ആവിഷ്കൃതവും ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വിവിധതരം പദ്ധതികളുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതിയുണ്ട്. അതിനെ നമ്മൾ ക്യാപ് പദ്ധതി, അതായത് കാഫ് അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പേരിട്ടിരിക്കുന്നു. അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് 25%, സബ്സിഡിയുടെ 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും 25% നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൂടാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. RKVY, സുരഭി രക്ഷ പോലുള്ള പദ്ധതികൾ. RKVY പദ്ധതി, സുരഭി രക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൽ വർക്ക് ചെയ്യുന്ന പദ്ധതികളാണ്. ഈ അടുത്തിടെ ഒരു പുതിയ പദ്ധതി കൂടെ കേട്ടു തുടങ്ങിയിട്ടുണ്ടോ, ഗോവർദ്ധനി എന്ന പേര് പറയുന്നത്? അതെന്താണ്? ഗോവർദ്ധനി പദ്ധതി നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ മൃഗസംരക്ഷണ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അതിൻ്റെ പൂർണ്ണ സബ്സിഡി പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അതിന് സബ്സിഡി തുക എത്ര വരുന്നുണ്ട്? എല്ലാ പദ്ധതികൾക്കും നമ്മുടെ സുരഭി രക്ഷാ പദ്ധതി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പദ്ധതികൾക്കും 12,500 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. എന്നാൽ സുരഭി രക്ഷാ പദ്ധതിക്ക് 17,000 രൂപയാണ് സബ്സിഡി. ഗോവർദ്ധനിക്ക് എല്ലാം 12,500 രൂപ സബ്സിഡിയാണ്. എത്ര കാലം വരെ കന്നുകുട്ടിക്ക് തീറ്റ ലഭിക്കും? 4 മാസം മുതൽ 30 മാസം പ്രായമാകുന്നത് വരെയാണ്. 30 മാസം പ്രായമാകുന്നത് വരെയാണ് ഈ പറഞ്ഞ കന്നുകുട്ടികൾക്ക് തീറ്റയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. എന്നാൽ 12,500 രൂപയാണ് ഇതിൻ്റെ സബ്സിഡിയായി മാറ്റിവെച്ചിട്ടുള്ളത്. 30 മാസം പ്രായം എത്തുകയോ സബ്സിഡി തുക തീരുകയോ ചെയ്യും. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ സ്കീം പൂർത്തിയാകുന്നു. സർ, നേരത്തെ പ്രവർത്തന രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കർഷകനുള്ള പ്രയോജനം? അദ്ദേഹത്തിന് ഈ പറഞ്ഞ കന്നുകുട്ടിയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഇതിൻ്റെ കാലാവധി, അതായത് 4 മാസം മുതൽ 32 മാസത്തിനകം ഈ കന്നുകുട്ടിക്കുണ്ടാകുന്ന എല്ലാ അതിന് കവറേജ് നൽകുന്നു. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ സാമ്പത്തിക സഹായം നൽകുന്നു. അതല്ല, ജീവിച്ചിരിക്കുന്നു, ഉപയോഗമില്ല, ഗർഭിണിയാകുന്നില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു, അതിന് മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ മൊത്തം തുകയിൽ നിന്നും അതിൻ്റെ മീറ്റ് വാല്യൂ, ഇറച്ചി വില കൊഴിച്ച് ബാക്കി തുക അതിന് കോമ്പൻസേഷനായി ഇൻഷുറൻസ് കമ്പനി. സർ, നമുക്കൊരു കോളർ ലൈനിലുണ്ട്, നമുക്കൊന്ന് എടുക്കാം. ഹലോ ഹലോ കൃഷിദർശനിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഈ കന്നൂട്ടി പരിപാലനത്തിന്റെ? അതെ അതെ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. കന്നുകുട്ടി പരിപാലന പദ്ധതി. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചാട്ടെ. കന്നൂട്ടീനെ കിട്ടൂലേ? ഗ്രാമസഭ വഴി കിട്ടില്ലേ എന്നല്ലേ? ഓക്കെ സർ, ഉത്തരം പറയും. ഗ്രാമസഭ വഴി കന്നുകുട്ടിയെ കിട്ടില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധാരാളം സംശയം വരുന്നൊരു മേഖലയാണിത്. പദ്ധതിയുടെ പേര് പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി കന്നുകുട്ടി ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണ്, അല്ലാതെ കന്നുകുട്ടിയെ പുതുതായി വാങ്ങിക്കൊടുക്കുന്ന ഒരു പദ്ധതി അല്ല. നിലവിൽ കന്നുകുട്ടി ഉള്ളവർക്ക് തീറ്റ വിതരണം നൽകുന്ന പദ്ധതി. അവരുടെ ശാസ്ത്രീയമായ പരിപാലനവും അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ്. സംശയം ക്ലിയർ ആയോ? വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. പിന്നെ അടുത്തൊരു സംശയം, തീറ്റ വിതരണം നമ്മൾ എല്ലാ മാസവും നടത്തുന്നുണ്ടല്ലോ, അത് നടത്തുന്നതിൻ്റെ രീതി എങ്ങനെയാണ്? ഏത് ഏജൻസിയാണ് നടത്തുന്നത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷീരസംഘങ്ങൾ വഴിയാണ് നമ്മുടെ തീറ്റ വിതരണം നടപ്പാക്കുന്നത്. തീറ്റ സംഭരണവും വിതരണവും ക്ഷീരസംഘത്തിനാണ് അതിൻ്റെ ചുമതല. ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും ഡോക്ടർമാരും ഇതിനുള്ള മേൽനോട്ടം വഹിക്കുന്നു.
ഇതെങ്ങനെയാണ് എല്ലാ മാസവും കൃത്യം ഒരു ദിവസമാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ മാസത്തിൽ തുടക്കമോ? എല്ലാ മാസവും മുൻകൂർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു തീയതിയിലാണ് തീറ്റ വിതരണം നടപ്പാക്കുന്നത്. മുൻകൂർ നിശ്ചയിച്ചുള്ള തീയതിയിൽ ആ പറഞ്ഞ സൊസൈറ്റി വഴി തീറ്റ വാങ്ങുന്ന എല്ലാ കർഷകർക്കും ആ ഡേറ്റിന് വന്ന് തീറ്റ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഒരുപക്ഷെ കർഷകന് ഈ മുൻകൂർ നിശ്ചയിച്ച തീയതിക്ക് വന്നെടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പിറ്റേ ദിവസം തീറ്റ ലഭിക്കുമോ? അത് സ്വാഭാവികമായും സാധ്യമല്ല. കാരണം ഇതിൻ്റെ തീറ്റ വിതരണം തീറ്റ ഗുണഭോക്തൃ വിഹിതം അടച്ചാണ് ഇവർ തീറ്റ ലഭ്യമാക്കുന്നത്. ഈ ഗുണഭോക്തൃ വിഹിതം അന്ന് തന്നെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ പിറ്റേ ദിവസം വരുന്ന ആളിന് പലപ്പോഴും തീറ്റ നൽകാൻ സാധിക്കുകയില്ല. കാരണം ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സാന്നിധ്യം പിറ്റേ ദിവസം അവിടെ ഉണ്ടാകുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സേവനം. അപ്പോൾ ഈ സൊസൈറ്റിയിൽ വന്ന് അദ്ദേഹം ഈ തീറ്റ വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ സേവനം നൽകുന്നത് ഒരു ദിവസം മാത്രമായിരിക്കും. അതുമാത്രമല്ല, ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മൊത്തം സ്ഥലത്തും തീറ്റ വിതരണം നടപ്പാക്കുന്നത് ചിലപ്പോൾ 1-2 ഉദ്യോഗസ്ഥർ ആയിരിക്കും. അവർക്ക് എല്ലാ ദിവസവും അവർക്ക് തീറ്റ വിതരണത്തിനായി ഒരു സ്ഥാപനത്തിൽ തന്നെ നിൽക്കാൻ സാധ്യമല്ല. പക്ഷെ എന്നാൽ അവർക്ക് തീറ്റ ലഭിക്കുമല്ലേ? അവസാനം ഈ സബ്സിഡിയിൽ കൂടെ ബാക്കിയുള്ള തീറ്റയുടെ വെച്ച് വന്നിട്ട് അവസാനം ഒരു ഗുണഭോക്താവിന് 12,500 രൂപ തികയുന്നത് വരെയും അവർക്ക് ഈ പറഞ്ഞ ആനുകൂല്യം ലഭ്യമാകും. ഒരു പ്രാവശ്യം തീറ്റ വാങ്ങിയില്ല എങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ആ തീറ്റയുടെ ആനുകൂല്യം അവരുടെ ബാലൻസ് ആയിട്ട് വീണ്ടും അവിടെ ഉണ്ട്. അവർക്ക് വീണ്ടും അത് തുടർന്ന് വാങ്ങിക്കൊണ്ടിരിക്കാവുന്നതാണ്. സാർ, പിന്നെ നേരത്തെ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇൻഷുറൻസിൻ്റെ ഒരു ക്ലെയിം കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു കർഷകൻ്റെ വീട്ടിലെ പശുക്കുട്ടി മരണപ്പെട്ടു, അദ്ദേഹം എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് അതിന് ബന്ധപ്പെടേണ്ടത്? സ്വാഭാവികമായും ഉണ്ടാകുന്ന ആപത്തുകൾക്ക് അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് അതിന് ബന്ധപ്പെടേണ്ടത് അതേ പഞ്ചായത്തിലുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ്. മൃഗാശുപത്രിയിൽ തന്നെയായിരിക്കണം അവർ ബന്ധപ്പെടേണ്ടത്. അതിന് ആപത്ത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. അവിടുത്തെ ഡോക്ടർ നൽകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ തിരിച്ചറിയൽ രേഖ ഒരു പ്രധാന ഘടകമാണ്. ഇൻഷുറൻസ് ടാഗ്. അത് കന്നുകുട്ടി പരിപാലന പദ്ധതി എന്നുള്ള മാത്രമല്ല, ഏത് പദ്ധതിയായാലും ഈ കന്നുകുട്ടിയുടെ തിരിച്ചറിയൽ രേഖ ഒരു നിർബന്ധിത. ടാഗ് ഏതെങ്കിലും കാരണവശാലും കളഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോൾ ക്ലെയിം കിട്ടില്ല എന്നാണ് സാർ പറയുന്നത്? ഇല്ല, ക്ലെയിം കിട്ടില്ല. അതിന് ടാഗ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പുതിയ ടാഗ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനി അറിയിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. നിർബന്ധമായി ടാഗ് ഉണ്ടായിരിക്കണം. തീറ്റ ലഭ്യമാക്കാനായി നമ്മൾ സൊസൈറ്റിയിൽ പോകുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും. അവരോട് ഈ വിവരം അറിയിക്കേണ്ടതും അവരെ പുതിയ കമ്മൽ അതിന് തിരിച്ചറിയൽ രേഖ പുതിയതായി ടാഗ് ചെയ്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്ന ഉത്തരവാദിത്വം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കായിരിക്കും. ഓക്കെ. അതുമാതിരി സാറ് തീറ്റയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, തീറ്റ വിതരണമായിട്ട് ബന്ധപ്പെട്ട കാര്യം. തീറ്റ നമ്മൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. ഒരുപാട് സാറ് നേരത്തെ പറഞ്ഞു 1,85,000 ബെനിഫിഷ്യറീസ് ഉണ്ട്. തീറ്റയുടെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മൾ അഷ്വർ ചെയ്യേണ്ടതാണ്. ക്വാളിറ്റി ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഗുണനിലവാര പരിശോധന നടത്തുന്നുണ്ടോ? ഉണ്ട്. ഓരോ 3 മാസം കൂടുമ്പോഴും ഓരോ സൊസൈറ്റിയിൽ വഴി വിവിധ ഇപ്പോൾ ഓരോ പഞ്ചായത്തിൽ തന്നെ വിവിധ സൊസൈറ്റികളുണ്ട്. ഒരു ജില്ലയിൽ തന്നെ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ 178ഓളം സൊസൈറ്റികളുണ്ട്. ഈ പറഞ്ഞ സൊസൈറ്റികളിൽ 3 മാസത്തിലൊരിക്കൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ലാബിലും അതോടൊപ്പം തന്നെ നമ്മുടെ വെറ്ററിനറി സർവകലാശാലയുടെ ലാബിലും അയച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഗുണനിലവാരം കൃത്യമായി ഉറപ്പുവരുത്തുന്നു. ഒരു കോളറുണ്ട്, പിന്നെ നമുക്ക് തുടരാം. ഹലോ സർ. ഹലോ, ആരാണ്? കൃഷിദർശനിലേക്ക് സ്വാഗതം. സർ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. സർ, എനിക്കറിയണ്ട മുനിസിപ്പാലിറ്റിയിൽ ഈ ആനുകൂല്യം കിട്ടുമോ? മുനിസിപ്പാലിറ്റിയിൽ ആനുകൂല്യം കിട്ടും. സർ പറയും. മുനിസിപ്പാലിറ്റിയിലെ ആനുകൂല്യം ലഭ്യമാണ്. ആനുകൂല്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെ, കിട്ടും. പറയാം. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം ഈ ആനുകൂല്യം ലഭ്യമാണ്. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഗ്രാമസഭകൾ, വാർഡ് തല ഗ്രാമസഭകൾ പങ്കെടുക്കുകയും അതിൽ അപേക്ഷ കൊടുക്കുകയും വേണം. അതുപോലെ മൃഗാശുപത്രിയിലും സർ നേരത്തെ പറഞ്ഞല്ലോ, ജനറൽ രജിസ്റ്ററിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിളിച്ചതിന് നന്ദി. ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. അപ്പം നേരത്തെ നമ്മൾ ഗുണനിലവാര പരിശോധനയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 3 മാസത്തിലൊരിക്കൽ അതിൻ്റെ പരിശോധന നടപ്പാക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ തീറ്റ ലഭ്യമാക്കുന്നത് പൂർണ്ണമായും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ്. മിൽമ,
കേരള ഫീഡ്സ് ഇത് പറഞ്ഞ രണ്ട് അപ്പോൾ തന്നെ അവരെ ഗുണനിലവാരം അഷ്വേർഡ് ആണ്. ഓക്കെ സർ, പിന്നെ അടുത്ത സംശയം, ഇതിൻ്റെ നമ്മൾ ദത്തെടുക്കുന്നു എന്നാണ് പറയുന്നത് കന്നുകുട്ടി പരിപാലന പദ്ധതി. അപ്പം ദത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആരോഗ്യ പരിരക്ഷ നമ്മൾ എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നതെന്ന്, ഈ കന്നുകുട്ടികളുടെ തീറ്റ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും, പക്ഷേ ആരോഗ്യ പരിരക്ഷ നമ്മൾ എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്? ആദ്യ മാസ തീറ്റ വിതരണം നടത്തുന്നതിന് മുമ്പായി തന്നെ ഈ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു ഏകദിന ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ശാസ്ത്രീയമായ പശുപരിപാലനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ആ സമയത്ത് കൊടുക്കുന്നു. അവരെ എല്ലാം തന്നെ ഇതിന് സജ്ജരാക്കുന്നു. കൂടാതെ 3 മാസത്തിലൊരിക്കൽ ഈ പറഞ്ഞ കന്നുകുട്ടികളെ ഫീൽഡ് തല ഉദ്യോഗസ്ഥരും വെറ്റിനറി സർജനും പരിശോധിക്കുകയും അതിനാവശ്യമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവിധ ഗ്യാരൻറ്റിയും ഉണ്ട്. ആ പശുക്കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ വിരമരുന്ന്, അവർക്ക് ആവശ്യമായ ധാതുലവണ മിശ്രിതം തുടങ്ങിയവയെല്ലാം തന്നെ ഇതിന് കൃത്യമായ ഇടവേളകൾ. ഈ പദ്ധതിയിൽ നമ്മൾ പുൽകൃഷിക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ? പുൽകൃഷിക്ക് വേണ്ടിയിട്ട് അതിനെ പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർ ഒരു കോളർ ലൈനിലുണ്ട്, എന്നിട്ട് നമുക്ക് തുടരാം. ഹലോ, ഇതാരാണ് വിളിക്കുന്നത്? നമസ്കാരമുണ്ട്, കൃഷിദർശനിലേക്ക് സ്വാഗതം. പട്രയിലാണ്, എൻമലരെ പഞ്ചായത്ത് പട്രയിലാണ്. ശിവകുമാർ എന്നാണ് എന്റെ പേര്. സർ പറയണം. ശിവകുമാർ സർ പറഞ്ഞു. പ്രശ്നം എന്ന് പറഞ്ഞാൽ സാറേ, അതെ, ഇത് ഗോവർദ്ധന സ്കീമിൽ ഞാൻ എന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പുണ്ണാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ പുണ്ണാക്ക് 2 ദിവസം ആകുമ്പോ ചാണത്തിൽ ചോര വരാൻ തുടങ്ങി. അതെ, ചാണത്തിൽ ചോരന്റെ കട്ടിയായിട്ട് വന്നോണ്ടായിരുന്നു. പിന്നെ അതിന് ഡോക്ടറോട് പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഈ പുണ്ണാക്ക് കൊടുക്കുന്ന കുറച്ചോളും, പിന്നെ മറ്റു പുണ്ണാക്ക് കൊടുത്തോളും എന്ന് പറഞ്ഞു. ഓക്കെ. അത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കൂടിയിട്ട് 1 മാസം ആകുമ്പോഴേ കൊടുത്തോണ്ടായിരുന്നു. 1 മാസം ആകുമ്പോൾ പയ്യുടെ ഈ 2 ഭാഗത്തുനിന്ന് അതിന്റെ രോമെല്ലാം വീണു. ഓക്കെ. രോമം വീണിട്ട് പിന്നെ അത് പുണ്ണാവാൻ തുടങ്ങി. പുണ്ണാവാൻ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ആ പുണ്ണാക്കന്നെ കൊടുക്കുന്ന കംപ്ലീറ്റ് നിർത്തി. ഒരു 2 മാസം കൊടുത്തിട്ട് പുണ്ണാക്ക് ഇപ്പൊ കൊടുക്കുന്ന നിർത്തിയിട്ട് പശുവിന്റെ മേല് പണ്ടത്തെ പദ്ധതി ശരിയായിട്ടുണ്ട്. ഈ പുണ്ണാക്ക് കൊടുത്തത് കൊണ്ട് അങ്ങനെ ആവാൻ എന്ത് കാരണമെന്ന് ഞാൻ ചോദിക്കുന്നത്, എന്റെ പ്രശ്നം. ശരി, പറയാം സാർ. ഇല്ല, ഈ പറഞ്ഞ തീറ്റ കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു അസുഖം വരേണ്ട കാരണമില്ല. എത്ര മാസമായ പശുക്കുട്ടിയാണുള്ളത് താങ്കൾക്ക്? 4 മാസത്തെ കുട്ടിക്കാണ് കൊടുത്തത് സാറേ. 4 മാസമായ പശുക്കുട്ടിക്ക്. അതെ അതെ. അതിന്റെ ചാണക പരിശോധന വല്ലതും നടത്തിയിട്ടുണ്ടോ? അത് നോക്കിയിട്ടുണ്ട്. അവര് പറഞ്ഞു പിണ്ണാക്കിന്റെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അത്തരം ഒരു അഭിപ്രായം പറഞ്ഞത്? അത് ഡോക്ടറോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടർ തന്നെ വന്നിട്ട് ഡോക്ടർക്ക് തന്നെ കാണിച്ചിട്ടുണ്ട് കേരളയിലെ. അതൊരു ഇൻഡിവിജ്വൽ കേസാണ്. സാധാരണ അത്തരം പരാതികൾ ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിന് അത് പിന്നെ സാറേ ഞാൻ പറയുന്നത് പിന്നെ കേൾത്തോളൂ. ഇത് ഞങ്ങൾ അതിനെ പിന്നെ നിർത്തി. ഈ പിണ്ണാക്ക് കൊടുക്കുന്ന തന്നെ നിർത്തി. ഇപ്പൊ പശുവിന് 13-14 മാസത്തെ കടിച്ചാണ്. ഇപ്പൊ പശുവിന്റെ മേലെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. രോമെല്ലാം നീട്ടായി വെച്ച പോലെ ഇടി മേലെല്ലാം പൊന്തിട്ടുണ്ടായിരുന്നു. പൊട്ടു. അത് ഒരു 10 ദിവസം ആകുമ്പോ പൊട്ടു. ഈ പൊന്തിട്ട് വന്നിട്ട് 10 ദിവസം ആകുമ്പോ പൊട്ടു. സർ, ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഏകദേശം 1,85,000-ഓളം കന്നുകുട്ടികൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഇൻഡിവിജ്വൽ കേസ് മാത്രമായി കാണാനേ സാധ്യം. അതെ. ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സർ, നമ്മൾ പുൽകൃഷിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷേ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ്. എന്നാലും അതും കൂടെ പറഞ്ഞ് നമുക്ക് പുൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് എല്ലാ നമ്മുടെ ഗുണഭോക്താക്കൾക്കും പുൽക്കണ അല്ലെങ്കിൽ പുൽവിത്ത് വിതരണം ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് ഇനി സംശയങ്ങൾ കാണും. സംശയങ്ങൾ ചോദിക്കാനുള്ള മേൽവിലാസം പറയാം. അതിഥിയുടെ മേൽവിലാസം: ഡോക്ടർ ശ്രീകുമാർ PS, ജോയിൻറ്റ് ഡയറക്ടർ ഇൻചാർജ്, SLBP ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9847069245. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു: 9847069245. സർ, വേറെ എന്തെങ്കിലും നൂതന ആശയങ്ങളുണ്ടോ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ കന്നുകുട്ടി പരിപാലന പദ്ധതി? സർ, 2 വാക്കിൽ. 1976 മുതൽ ആരംഭിച്ച ഒരു പദ്ധതിയാണിത്, കന്നുകുട്ടി പരിപാലന പദ്ധതി. അതിൻ്റെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം സ്വാഭാവികമായും ഈ പറഞ്ഞ പദ്ധതിയിലും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ
ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ തീറ്റ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ നടപ്പാക്കുന്ന പോലെ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സൊസൈറ്റികൾ ഒറ്റ ദിവസം മുൻകൂർ നിശ്ചയിച്ചുള്ള ഒരു ദിവസം, അതായത് ഇപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ചെയ്യുന്നത് എല്ലാ മാസവും 25-ാം തീയതിയാണ് തീറ്റ വിതരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒറ്റ ദിവസം തീറ്റ വിതരണം നടത്തുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. ചിലപ്പോൾ നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ്. കർഷക രക്ഷയ്ക്കും നന്മയ്ക്കുമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഈ പരിപാടി കാണുകയും നമ്മളെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ കൃഷിദർശനിൽ അതിഥിയായി വന്ന് നമ്മോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്തതിന് ഡോക്ടർ ശ്രീകുമാറിനും നന്ദി പറഞ്ഞോളൂ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫാം സംരംഭകരാകാൻ പരിശീലനം. മൃഗസംരക്ഷണ വകുപ്പ് അവാർഡിന് അപേക്ഷിക്കാം ഈ മാസം 30 വരെ. സുഗന്ധവിള കൃഷിക്ക് ധനസഹായം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിർമ പരിശീലന കേന്ദ്രത്തിൽ ഫാം സംരംഭകരാകാൻ പരിശീലനം നൽകുന്നു. ഡിസംബർ 7 മുതൽ 10 തീയതി വരെ ആട് ഫാം സംരംഭകർക്കും 14 മുതൽ 17 വരെ ഡയറി ഫാം സംരംഭകർക്കുമാണ് പരിശീലനം. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഡിസംബർ 5 തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2695 869 എന്ന നമ്പറിൽ വിളിക്കുക. തിരുവനന്തപുരം തിരുമലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സീഡ്സ് കോർപ്പറേഷനിൽ 12 ഇനം പച്ചക്കറി വിത്തുകൾ തപാലിൽ ലഭ്യമാക്കുന്നു. ചീര, വെണ്ട, പയർ, മുളക്, ഉള്ളി, കോളിഫ്ലവർ, കാബേജ്, ഫ്രഞ്ച് ബീൻസ്, വഴുതന, ക്യാരറ്റ്, തക്കാളി, ചുരക്കായ് എന്നിവയടങ്ങിയ കിറ്റ് 50 രൂപ നിരക്കിൽ ലഭ്യമാണ്. തപാൽ ചാർജ് പ്രത്യേകം നൽകണം. കൂടാതെ സങ്കര ഇനം പച്ചക്കറി വിത്തുകൾ, നെല്ല്, പയർവർഗ്ഗങ്ങൾ, റാഗി, ചോളം, തീറ്റപ്പുൽ വിത്തുകൾ എന്നിവയും ലഭ്യമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും നേരിട്ടും വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2356124 എന്ന നമ്പറിലോ 0491 2566414 എന്ന നമ്പറിലോ വിളിക്കുക. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഈ മേഖലയിൽ മികച്ച കർഷകർക്ക് നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫോമുകളും മാർഗനിർദ്ദേശങ്ങളും എല്ലാ മൃഗാശുപത്രികളിലും വകുപ്പിന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്. മുൻ വർഷങ്ങളുടെ സംസ്ഥാന അവാർഡ് ജേതാക്കൾ അപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ ജില്ലാതല അവാർഡ് ജേതാക്കൾക്ക് സംസ്ഥാന അവാർഡിനായി അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30 സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.ahd.kerala.gov.in. ഇഞ്ചി, മഞ്ഞൾ, ജാതി എന്നിവ കൃഷി ചെയ്യുന്നതിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഹെക്ടറിന് 11,250 രൂപ സഹായം നൽകും. വിത്ത്, നടീൽ വസ്തുവിന്റെ വില, പരിചരണ ചെലവ് എന്നിവയ്ക്കാണ് സഹായം. താൽപ്പര്യമുള്ളവർ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2330856. കൃഷിവകുപ്പിന്റെ വണ്ടിപ്പെരിയാർ സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാമിൽ ടിഷ്യൂ കൾച്ചർ നേന്ത്രൻ വാഴത്തൈകൾ, റെഡ് ലേഡി പപ്പായ തൈ, മുരിങ്ങ, കറിവേപ്പ്, പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്ത് എന്നിവ ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവേണ്ട ഫോൺ നമ്പർ 0487-269-5869. പുനലൂർ കൂരിയോട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാമിൽ നിന്നും ജൈവാമൃതം അഥവാ ഉണക്കിപ്പൊടിച്ച ചാണകം 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 5 കിലോഗ്രാം പാക്കറ്റുകളിലും കൂടാതെ പച്ചച്ചാണകം, ആട്ടിൻ കാഷ്ടം എന്നിവയും വിൽപ്പന നടത്തുന്നു. വിശദമായ വിവരങ്ങൾക്ക് ഫാം ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0475-222-7485. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 9,900 രൂപ, കോഴിക്കോട് 10,950 രൂപ, തൃശൂരിൽ 9,800 രൂപ. കൊപ്ര കൊച്ചിയിൽ 6,715 രൂപ, കോഴിക്കോട് 7,250 രൂപ. കൊപ്ര തൃശൂരിൽ 6,725 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ബെസ്റ്റ് 20,500 രൂപ. മഞ്ഞൾ സേലത്ത് 10,800 രൂപ, ഈറോഡിൽ 11,200 രൂപ. അടയ്ക്ക പുതിയത് 24,500-നും 25,500-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 10,600 രൂപ, 4ാം ഗ്രേഡ് 10,750 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 10,600 രൂപ, 4ാം ഗ്രേഡ് 10,750 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 9,900 രൂപ, കൊപ്ര 6,715 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,500-നും 25,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 260-നും 280-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 490-നും മധ്യേ. ജാതിപത്രി 600-നും 900-നും മധ്യേ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, 4ാം ഗ്രേഡ് 10,750 രൂപ. ഒട്ടുപാൽ 6,400 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. ആഗോളതലത്തിൽ കുരുമുളക് ഉൽപാദനം വർദ്ധിക്കുമെന്ന വിലയിരുത്തൽ വിപണിയെ തളർത്തി. ഈ വാരം ഇതിനകം 500 രൂപ ഇടിഞ്ഞു. അതേസമയം പ്രതികൂല കാലാവസ്ഥ മൂലം അടുത്ത വർഷം ഇന്ത്യയിൽ ഉൽപാദനം കുറയുമെന്ന് വ്യക്തമായതോടെ കർഷകരും സ്റ്റോക്സുകളും മുളകിൽ പിടിമുറുക്കി. നിക്ഷേപ താൽപര്യത്തിൽ റബ്ബർ ഔഷധ നിരക്കുകൾ തുടർച്ചയായ 2ാം ദിവസവും ഉയർന്നെങ്കിലും ടയർ വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതിനാൽ 4ാം ഗ്രേഡ് കിലോ 107 രൂപയിലേക്ക് താഴ്ന്നു. ഷീറ്റിന്റെ താഴ്ന്ന വില മൂലം റബ്ബർ ടാപ്പിംഗ് രംഗവും തളർച്ചയിലാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം തമിഴ്നാട്ടിൽ കൊപ്രയുടെ ലഭ്യത കുറഞ്ഞത് മുംബൈയിലെ വൻകിട എണ്ണയാട്ട് വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കി. മഴയെ തുടർന്ന് വിളവെടുപ്പ് തടസ്സപ്പെട്ടതിനാൽ അടുത്ത വാരത്തിലും കൊപ്ര മികവ് നിലനിർത്താം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 10,000 രൂപയിലാണ്. വ്യവസായികളും കയറ്റുമതിക്കാരും മഞ്ഞൾ വാങ്ങിക്കൂട്ടാൻ ഉത്സാഹിച്ചു. ലഭ്യത കുറഞ്ഞത് ജാതിക്ക വിലയെ ഉയർത്തി. ഇന്നത്തെ ലേലത്തിൽ ഏലക്ക കിലോ 832 രൂപയിൽ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.6, 24.2. കൊച്ചി 33, 24. ആലപ്പുഴ 35.1, 24.5. പുനലൂർ 34.6, 21.4. തിരുവനന്തപുരം കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.